NEP പദ്ധതിയെക്കുറിച്ച് സംസ്ഥാനത്ത് വലിയ തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? യഥാർത്ഥത്തിൽ ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം. നമ്മുടെ ചാനൽ ഡിബേറ്റ് നടത്തുന്നവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു മുക്കും മൂലയൊക്കെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, വായിച്ചിട്ടുള്ളൂ. ആ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. 2020 അതായത് ഇതിന് മുൻപ് എൻ്റെ ഓർമ്മയിലെടുത്ത് പറയുകയാണ്, ചിലപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. 1986 നമ്മളിതുപോലൊരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. ആ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ 2020 നമ്മളൊരു എഡ്യൂക്കേഷൻ പോളിസി തന്നെ കൊണ്ടുവരുന്നത്. എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ ഏതാണ്ട് ഒരു 1.3 മുതൽ ഇപ്പോൾ 3% അല്ലെങ്കിൽ 4% വരെയാണ് GDPയുടെ എഡ്യൂക്കേഷനിലേക്ക് സെക്ടറിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ചൈനയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 6% മുകളിലാണ്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് അവരുടെ GDPയുടെ കൊടുക്കുന്നുണ്ടെന്നിരിക്കും. നമ്മുടെ ഇവിടുത്തെ GDP എന്ന് പറയുന്നത് 3.7 ട്രില്യൺ ആകുമ്പോൾ അവരുടെ എന്ന് പറയുന്നത് ഏതാണ്ട് 18 ട്രില്യൺ ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്രയും വലിയ എമൗണ്ടാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ 6%-ലെങ്കിലും എത്തുക, ഇന്ത്യൻ എഡ്യൂക്കേഷൻ നവീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിൽ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിൽ ചില ഗുണങ്ങളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. ആദ്യം പറയണമെന്ന് ഞാൻ അത് വെച്ച് പ്രശ്നങ്ങൾ ആദ്യമുള്ളത്, ഇത് CPM ഇതിനെ നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ആ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് 3 വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് എന്നാണ്. ആ ഇഷ്യൂസിൽ ചിലതൊക്കെ സത്യമാണ്. ഒന്ന്, ഇതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ വാണിജ്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇത് കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇത് വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതൊരു ആരോപണമാണ്. അത് യഥാർത്ഥത്തിൽ ശരിയുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇത് ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർത്തുകൊണ്ട് ഒരു സെൻട്രലൈസേഷൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേന്ദ്രീകരണം സാധ്യമാകുന്നു. കാരണം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, HRD മിനിസ്ട്രിയുടെ കീഴിലാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ കേന്ദ്രത്തിൽ ഒരു മന്ത്രി പോലും അതിനില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിടക്കാണ് ഇത്, ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഒരിടക്കാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ളത് മാറ്റിയിട്ട് HRD മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഈ NEP പ്രോഗ്രാം വഴി മിക്കവാറും ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ടാകും ഉടനെ തന്നെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ എഡ്യൂക്കേഷനിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ കമ്മ്യൂണലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കമ്മ്യൂണലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ചില ശരികളുണ്ട്. ആ ശരികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ധാർമ്മികതയിൽ വേരൂന്നിയിട്ടുള്ള ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ധാർമ്മികതയിൽ വേരൂന്നിയ വൈജ്ഞാനിക സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ഇന്ത്യൻ പ്രൈഡ് ഉയർത്തുന്ന ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ പച്ചയെ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSSൻ്റെ ഒരു കൾച്ചറൽ നാഷണലിസം അഥവാ ഒരു സാംസ്കാരിക ദേശീയത എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ആളുകൾ വിചാരിക്കുന്ന മതമാണെന്നാണ്. മതം പോലുമല്ല, അവർ പലപ്പോഴും പറയുന്നത് ഒരു കൾച്ചറൽ നാഷണലിസമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പർ നാഷണലിസം. ലോകത്തെല്ലാവരും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് റൈറ്റ് വിങ് ഒക്കെ തന്നെ. അതിപ്പോൾ ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളാണ്, ഇപ്പം പാകിസ്ഥാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളും ഞങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് അവരുടെ വോട്ടുകൾ മേടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിരവധി കാര്യങ്ങൾ ഇതുമായി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ തന്നെ ഒരുപാട് പാഠഭാഗങ്ങൾ വെട്ടിമാറ്റുകയും ഒരുപാട് പാഠങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും സവർക്കറെക്കുറിച്ചും ഹെഗ്ഡെവാറിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുകയും എന്നാൽ ഗാന്ധിമതത്തെക്കുറിച്ച് അത്ര തന്നെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുകയും അത് ഒരു വർഗീയവാദികൾ ചെയ്തതാണ് എന്ന് പറയാതിരിക്കുകയും അത്തരത്തിൽ വാക്കുകളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുകയും പിന്നെ മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിനെല്ലാം തന്നെ എതിർക്കുമ്പോഴും നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള വശങ്ങൾ കാണാതെ പോകരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു കുഴപ്പം കൂടി പറഞ്ഞിട്ട് പറയാം. രണ്ടാമത്തെ കുഴപ്പം എന്ന് പറഞ്ഞത്, ഇതൊരു കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റ് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റോ യൂണിയൻ ലിസ്റ്റോ ഉള്ള കാര്യമല്ല. അപ്പോൾ നമുക്കറിയില്ല, യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധമോ വിദേശകാര്യമൊക്കെ യൂണിയൻ ലിസ്റ്റാണ്. അതൊരിക്കലും സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റില്ല. അതുപോലെ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള നിരവധി അധികാരങ്ങളുണ്ട്. അതിലൊരിക്കലും യൂണിയനും വന്ന് ഇടപെടാൻ
പറ്റില്ല. ഇപ്പൊ ഈവൻ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ പോലും സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് അത്തരം ലോ ആൻഡ് ഓർഡറിൽ സാധാരണ ഇടപെടാൻ പറ്റില്ല. അപ്പൊ അതിന് എന്തെങ്കിലും അഡീഷണൽ സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അതേപോലെയല്ല, ഇത് കൺകറന്റ് ലിസ്റ്റാണ്, രണ്ടു പേർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ ഇടപെടാൻ കഴിയുന്നതാണ്. പക്ഷെ അതിൽ പോലും ഈ കേന്ദ്രം പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് BJP ഗവൺമെന്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഈ പറഞ്ഞ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, സിക്കിം, സിക്കിം അതുപോലെ തന്നെ മണിപ്പൂര്, ഭൂട്ടാൻ, കേരളം ഇതുപോലുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ഓരോ ഗവൺമെന്റുകളും ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ടാക്കി ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, AI ടെക്നോളജിയെക്കുറിച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി ഡീപ്പായി പഠിച്ച് സിലബസ് പരിഷ്കരിക്കണം എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. മനസ്സിലായോ? അപ്പൊ അതിൽ പലപ്പോഴും അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ആകെയുള്ള കുഴപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഒരു ഫെഡറൽ സിസ്റ്റത്തെ അങ്ങനെ തന്നെ തകർത്തുകൊണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് ബോഡിയും അവർക്കുള്ള അധികാരങ്ങളും ഒക്കെ കവർന്നെടുത്തുകൊണ്ടാകരുത് എന്നുള്ളത് ചുരുക്കം. പക്ഷെ ഇതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJPയുടെ കാലത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോണ്ടായിട്ട് വലിയ മജോറിറ്റികൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാലത്ത് ശ്രമിച്ചിട്ടില്ല, കാരണം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, നെഹ്റുവിൻ്റെ കാലത്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഇവിടെ പിരിച്ചുവിടേണ്ടി വന്നത്. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഇന്ത്യയാണ്, ഇന്ത്യക്ക് അതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വലിയൊരു മെക്കാനിസം ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങളാണ് നമ്മുടെ സ്കൂളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്? നമുക്ക് നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് പണം കിട്ടുമെന്ന് മാത്രം. അതിനി ആകെ ഇപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ ബാക്കിയുള്ളൂ. ഇതുവഴി കിട്ടാൻ പോകുന്നത് ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊജക്റ്റാണ്. അതിന്റെ ചില ചെറിയ പ്രൊജക്റ്റുകളാണ് ഇപ്പൊ സർവശിക്ഷ അഭിയാൻ മുതൽ ഇപ്പൊ PM ശ്രീ മുതലും 1 കോടി അങ്ങനെയൊക്കെ പറഞ്ഞു. 1 കോടി ഏതാണ്ട് സംതിങ് കിട്ടും, ചെറിയൊരു എമൗണ്ട് കൂടി കിട്ടും. അത് ഒറ്റടിക്കല്ല കിട്ടുന്നത്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് ഇപ്പൊ കിട്ടാൻ പോകുന്ന 100-150 കോടി രൂപയൊക്കെ മാത്രമാണ്, അല്ലെങ്കിൽ 200 കോടി താഴെയാണ്. ഇൻഫ്രാസ്ട്രക്ചറിലാണ്. അല്ല, നിങ്ങൾ അറിയേണ്ടത് ഇതുവഴി ഇപ്പൊ കേരളത്തിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇതുവഴി യഥാർത്ഥത്തിൽ മറ്റേ ഈ പറയുന്ന സർവശിക്ഷ അഭിയാൻ വഴി കിട്ടേണ്ടത് 1466 കോടി രൂപ കിട്ടുമെന്നുള്ളതാണ്. അതായത് ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി ഒപ്പിട്ടാൽ മാത്രമേ മറ്റേ തരൂ എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നതല്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ ലോക്കൽ പൊളിറ്റിക്സിനെ കുറിച്ചല്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നടപ്പാക്കേണ്ടതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. ദോഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു, ഗുണങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജി രംഗത്ത് അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് ഇതുപോലെ നിരവധി മാനേജ്മെന്റുകളുടെ രംഗത്ത് വലിയ നേട്ടം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ കേരളത്തിൽ നിന്നൊരു കുട്ടി വിദേശത്ത് പഠിക്കാൻ പോകുന്നുവെങ്കിൽ അവനിവിടെ PG ചെയ്തിട്ട് മാത്രമേ വേറൊരു PG ചെയ്യാൻ വിദേശത്തേക്ക് പോകാൻ പറ്റൂ. അതിന്റെ കാര്യം എന്താണെന്നറിയോ, നമ്മുടേത് 15, അതായത് 12+3 എന്ന് പറയുന്ന എഡ്യൂക്കേഷനാണ്. അതായത് BA എക്കണോമിക്സ് പഠിക്കുന്നത് നമ്മൾ 3 കൊല്ലം പഠിക്കുന്നുള്ളൂ. അപ്പോൾ 15 കൊല്ലം പഠിക്കുമ്പോൾ അവിടെ അത് പോസ്റ്റ് ഗ്രാജുവേഷന് ചേരാൻ പറ്റില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരണമെങ്കിൽ 16 കൊല്ലത്തെ എഡ്യൂക്കേഷൻ പൂർത്തിയാകണം. അപ്പോൾ 4 ഇയറിന്റെ ഡിഗ്രി വരേണ്ടത് വളരെ ആവശ്യമാണ്. ഡിഗ്രി ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗിലുണ്ട്, മറ്റു കാര്യങ്ങളിലുണ്ട്. അല്ല, ഇപ്പോൾ വന്നു തുടങ്ങിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ ലോകത്ത് തന്നെ നമ്മൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ 1 കൊല്ലം വെറുതെ കളയേണ്ടാത്ത മാറ്റങ്ങൾ നമ്മൾ ഇവിടെ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ട്. സിലബസ് 10-15 കൊല്ലം കേരളത്തിലെ പോളിടെക്നിക്കുകളുടെ സിലബസ് ഒന്നായിരുന്നു. മനസ്സിലായി? അപ്പോൾ അതുപോലെയല്ല, അത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ AI ഒക്കെ വന്നിട്ടുള്ള ഒരു കാലത്ത് കുട്ടികളെ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അത്തരം നിരവധി കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് ഇത് വളരെ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്ന പ്രൊജക്റ്റ് കൂടിയാണ്. അത് നിങ്ങൾ അറിയേണ്ടത് CPM-നോ അല്ലെങ്കിൽ CPM-ക്കോ ഇടതുപക്ഷ കക്ഷികൾക്കൊക്കെ വെളിച്ചം വരാത്ത കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തിട്ടുണ്ട്, കൈനറ്റിക് കൊണ്ട് എതിർത്തിട്ടുണ്ട്. ലാസ്റ്റ് കൈനറ്റിക് കൊണ്ട് എതിർക്കാൻ വേണ്ടി സമരം ചെയ്യാൻ പോയവർ കൈനറ്റിക് കൊണ്ടായിട്ടാണ് തിരിച്ചു വന്നത്. മനസ്സിലായി? കമ്പ്യൂട്ടർ എതിർക്കാൻ പോയവർ ശിവദാസ മേനോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ചെറുതിലായിരിക്കുമ്പോൾ അദ്ദേഹം വൈറ്റ്ലയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അതിനു മുമ്പ് ശിവദാസ മേനോനും NN കൃഷ്ണദാസും കൂടി സമരം നടത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടറിനെതിരെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു കമ്പ്യൂട്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ വിവരങ്ങൾ കിട്ടും. പക്ഷെ അങ്ങനെയുള്ള സാങ്കേതികമായ വിഷയങ്ങൾ ഈ എതിർക്കുന്ന ആളുകൾ തന്നെ പ്രത്യക്ഷമായി ഉയർത്തുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം നേരത്തെ തന്നെ സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒന്നാമത് ഈ ഫെഡറലിസത്തിനെ തകർക്കുന്ന വിഷയങ്ങൾ, അതേപോലെ കമ്മ്യൂണലിസത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ അവർ
അതിനൊക്കെ ബദലുണ്ട് എന്നേ. നിങ്ങൾ അറിയേണ്ടത് അതിനൊക്കെ ബദലുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷമായതും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളിൽ താല്പര്യമുണ്ടായതും എങ്ങനെയാണ്? 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും ഒക്കെ കാൾ മാർക്സിനെ കുറിച്ചോ എംഗൽസിനെ കുറിച്ചോ പഠിപ്പിച്ചിട്ടാണോ? അതിന്റെ കൂടെ തന്നെ നമ്മള് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഇന്നത്തെ പാഠപുസ്തകത്തിൽ പോലും പഠിപ്പിക്കുന്നുണ്ടോ ഇത്? ഇനി താങ്കളോട് ഞാൻ വേറൊരു തമാശ പറയാം. EK നായനാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് മാർക്സിസത്തെ കുറിച്ചുള്ള മാർക്സിയൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ അങ്ങനെ തന്നെ എടുത്ത് മാറ്റിക്കളഞ്ഞത്. മനസ്സിലായ? അതായത് PG എടുത്ത് മാറ്റിക്കളഞ്ഞത്. എന്താ പഠിപ്പിക്കാത്തത്? ഇപ്പൊ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഹെഗ്ഡെ പാറിനെയും ഗോൾവാൾക്കറിനെയും ഒക്കെ പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? വിവാദം ഉണ്ടായത് ഓർക്കണ്ട. അപ്പൊ പഠിപ്പിച്ചിട്ട് എന്താ കുഴപ്പം? ഇത് ക്രിട്ടിക്കലി ജനം തിങ്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കാവുന്ന ഒരു പരിസരം ഇവിടെ നമ്മൾ ഒരുക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇക്കാലത്ത് ഒരിക്കലും അത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, പണ്ടും അങ്ങനെ ആയിരുന്നില്ല. KPSCയുടെ നാടകങ്ങളിലൂടെയും നിർമ്മാല്യ സിനിമകളിലൂടെയും സയൻറ്റിഫിക് ടെമ്പർ പഠിച്ച ശാസ്ത്രസാഹിത്യത്തും പൂക്കാസയും അടക്കമുള്ള ആളുകൾ ചെയ്തതിലൂടെയും ഒക്കെ തന്നെ ഇവിടെ വലിയ തോതിലുള്ളൊരു വികസനമുണ്ടായിരുന്നു. പഠിക്കാൻ പോകാത്ത ആളുകൾക്ക് പോലും ആ ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വാശിയും അല്ലെങ്കിൽ ഫണ്ട് വിതരണം ചെയ്യില്ല എന്നുള്ളൊരു മർക്കടമുഷ്ടിയൊക്കെ സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഭാവിയിൽ അതല്ലാത്ത മേഖലകളിലും അനൗദ്യോഗികമായിട്ടുള്ള വിവരശേഖരണത്തിൻ്റെ മേഖലകളിലും കൊണ്ടുവരാൻ സാധ്യതയില്ലേ? അല്ല, ഉണ്ടാകും. നമ്മളിപ്പോൾ നാളെ ഇപ്പോഴേ മഴ പെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ കുട ഇപ്പോഴേ എന്ത് ചെയ്യേണ്ടവരിക്കല്ലോ, നിർത്തേണ്ടതില്ല. ഇതിനൊക്കെതിരെയുള്ള പ്രതിരോധം ഉണ്ടാകുമെന്നേ. ഇപ്പം നിങ്ങളെന്താ വിചാരിച്ചിരുന്നത്? താങ്കളടക്കമുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് എന്താ? അയോധ്യ പൊളിച്ചതിന് ശേഷം വേറെ ക്ഷേത്രങ്ങൾ പൊളിക്കുമെന്ന്, മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം വേറെ ക്ഷേത്രങ്ങൾ പൊളിക്കുമെന്നല്ലേ? എന്താ പൊളിക്കാഞ്ഞ്? നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടാ? ഇതിനെതിരെ ഇതൊക്കെ നമ്മുടെ തോന്നലാണെന്നേ. അതിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്ത് ചെയ്യും? ചരിത്രം അങ്ങനെയാണ്. ഇതിനെതിരെയുള്ള പ്രതിരോധം ഉയർന്നു വരും. ഹിറ്റ്ലർ അടക്കി വാണപ്പോൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഹിറ്റ്ലർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമുണ്ടാവും, പ്രതിരോധം ഉയർന്നു വരുമെന്ന് വിചാരിച്ചിരുന്നോ? റഷ്യ തകർന്നു പോകുമെന്ന് വിചാരിച്ചിരുന്നു? ഇതിനെതിരെയുള്ള പ്രതിരോധം വരുന്നുണ്ട്. നിങ്ങൾ ആ പ്രതിരോധം ഉയർത്തു വരാനുള്ള പണികളിൽ വ്യാപൃതനാകേണ്ടതിന് പകരം നിങ്ങൾ വെറുതെ ഇത് മാത്രം പറഞ്ഞ് എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വേറെ ആരും പറയാത്തൊരു കാര്യമാണ്, ഞാൻ മാത്രമേ പറയണ്ടാവുള്ളൂ. ഈ സാമുദായികപരമായ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇന്ത്യ എന്നുള്ളതൊരു ബഹുസ്വരതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫെഡറലിസം ഇന്ത്യയുടെ അടിസ്ഥാനം തന്നെയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെ അതിൻ്റേതായ സംസ്കാരങ്ങളുടെ രൂപവൽക്കരണ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഘട്ടം പരിശോധിക്കുമ്പം ഓരോ സംസ്ഥാനങ്ങളുടെയും മേജറായിട്ടുള്ള പോർഷൻ അതിൻ്റെ നയരൂപവൽക്കരണത്തിന് കൊടുക്കുകയും തുടർന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ അതിന് സംഭാവന ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നയത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെന്നേ. എങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ കേരള ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് കുറേ കൂടി റിസോഴ്സസും കുറേ കൂടി അതുപോലെ പ്രോപ്പർലിയും ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ IAS IPS എടുക്കുന്നത്? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് മസൂറിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ ട്രെയിനിങ് കൊടുത്തിട്ട് വിടുന്ന ആളുകൾ നല്ലതായിരിക്കും തോന്നലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാത്രം എടുത്താൽ പോരെ? അപ്പോൾ അത് ഞാൻ പറയുന്നത് അവർക്ക് കുറേ കൂടി റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് അതിന് ചെയ്യണം. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ പ്രതിരോധം ഉയർത്തേണ്ടത് ജനങ്ങളുടെ ഇടക്കയിൽ നിന്നു കൂടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാകണം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം നാളെ മണിപ്പൂരിലോ വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ ഒറീസയിലോ തെലങ്കാനയിലോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ താങ്കൾ പറഞ്ഞതിൽ വലിയൊരു തെറ്റുകൂടിയുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ കൾച്ചർ, അതൊക്കെ ഇനി എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. കാരണം എന്താ, അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും കേരളത്തിലേക്കൊക്കെ ഈ കൾച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു ടോപ്പിക്കാണ്, ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ കേരളത്തിലെയും ആളുകളുടെയും ആഫ്രിക്കയിലെയും ആളുകളുടെ സൗന്ദര്യബോധം ഒന്ന് തന്നെയായിരുന്നു. അതൊക്കെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ മനസ്സിനെ മാറ്റി മറിക്കുന്നതാണ്. സിനിമകളിലൂടെയും ബാക്കിയുള്ളതിലൂടെയും എല്ലാത്തിലൂടെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനെതിരെ പ്രതിരോധം ഉയർത്തേണ്ടത് എൻ്റെ ഒരു ഒറ്റ പോയിന്റ് ഇതേ ഉള്ളൂ. അത് നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണലൈസേഷനും അതുപോലെ തന്നെ ഫെഡറൽ തത്വങ്ങൾക്കും എതിരാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ പ്രതിഷേധം ഉയർത്തണം. പക്ഷെ ആ പ്രതിഷേധം ഉയർത്തേണ്ടത് ജനങ്ങളെ കൂടി ബോധവൽക്കരിച്ചുകൊണ്ടാകണം. അല്ലാതെ ഇതൊരിക്കലും അവരിലേക്ക് എത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ടൊരു സംവാദം പോലും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാകരുത്. നേരത്തെ ഗോപിനാഥൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന പോലെ ഇവർ പഠിക്കട്ടെ, പക്ഷെ ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്ന കാര്യം ഇവിടെയുള്ള അധ്യാപകരെ നമ്മൾ എന്ത് ചെയ്യണം,
ട്രെയിൻ ചെയ്യണം. ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ശരി. PM-ശ്രീ പദ്ധതിയെ കുറിച്ച് കേരള സംസ്ഥാനത്തിലെ പാർട്ടികളോ സംഘടനകളോ മാത്രമല്ല വിമർശനം ഉന്നയിച്ചത്. തമിഴ്നാട് ഉന്നയിച്ചിട്ടുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉന്നയിച്ചിട്ടുണ്ട്, അതുപോലെ സംസ്ഥാനങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അത് ആ പദ്ധതിയുടെ ഘടനയിലുള്ള പാളിച്ചകളല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? അങ്ങനെ ഘടനയിലുള്ള പാളിച്ചകളാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ഇത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അനുകൂലമാണെന്നാണ്. നിങ്ങളറിയേണ്ടത് ഇത് ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പലതും ഇപ്പോഴും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തെലങ്കാന നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, കർണാടക നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം അവിടെ വേറെ പാർട്ടികളാണ് സൈൻ ചെയ്തത് എന്നുള്ളത് പറയാം. പക്ഷേ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സൈൻ ചെയ്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ അതൊക്കെ ഇത് സൈൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഇപ്പോൾ 3 സംസ്ഥാനങ്ങൾ, ആ 3 സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഇതിനെ എതിർക്കുന്നത് 3 ഭാഷകൾ പഠിപ്പിക്കരുത്, ഹിന്ദി ഒരിക്കലും വരരുത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ തർക്കം. പശ്ചിമ ബംഗാളിൽ ഇത് ഫെഡറൽ സിസ്റ്റത്തെ തന്നെ തകർക്കുമെന്നുള്ളതാണ് അടിസ്ഥാനപരമായ തർക്കമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. CPM-ൻ്റെ എതിർപ്പ് കുറച്ചുകൂടി കൃത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇതിന് ഇന്നിപ്പോൾ ശിവൻകുട്ടിയും പിണറായി വിജയനും തീരുമാനിച്ചാണ് കറക്റ്റ്. ഇങ്ങനെയല്ല എതിർക്കേണ്ടത്. പകരം ഈ ഫണ്ട് മേടിച്ചെടുക്കുകയും എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റു വഴികൾ തേടുകയുമാണ് ഇതിൻ്റെ അഭികാമ്യമായിട്ടുള്ള കാര്യം. ആ പ്രതിരോധ രീതി എങ്ങനെയായിരിക്കും? ആ പ്രതിരോധ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ആരെങ്കിലും മാത്സിനെ കുറിച്ചോ എംഗൽസിനെ കുറിച്ചോ പഠിപ്പിച്ചിട്ടല്ല കേരളത്തിലെ ആളുകൾ മാത്സും എംഗൽസും കേട്ടത്. കേരളത്തിൽ ആരെങ്കിലും റഷ്യയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടല്ല USSR എന്ന് പറയുന്ന റഷ്യയെക്കുറിച്ച് നമ്മൾ കേട്ടത്. നമുക്കൊരു അഭിനിവേശമുണ്ടായത്. നമ്മൾ ചങ്കില ചൈന എന്ന് പറയാൻ തുടങ്ങിയത് ചൈനയെക്കുറിച്ച് ആരെങ്കിലും പഠിപ്പിച്ചിട്ടല്ല. നമ്മൾ പൂക്കാസയിലൂടെയും ശാസ്ത്രസാഹിത്യ പക്ഷത്തിലൂടെയും ഒക്കെ നേടിയിട്ടുള്ള വലിയ അറിവുകൾ കൊണ്ടാണ് ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു കാര്യം നേടിയെടുത്തത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേയെങ്കിലും അന്ധവിശ്വാസങ്ങൾ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ആ തിരിച്ചു നടക്കുന്നതിനെ തടയാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാഭ്യാസം നിങ്ങളുടെ അണികൾ വഴിയും അതുപോലെ മറ്റ് ഈ പറയുന്ന പോലെ പോഷക സംഘടനകൾ വഴിയും നാട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാത്രമായി ഇരുന്നാൽ ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്.